മഞ്ഞ വീഡിയോയിൽ ഇന്നൊരു സമ്മിശ്ര ആഹാരമായാലോ. എന്തിനും ഏതിനും ഒരു കമ്പനി ഉള്ളതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു ഷോപ്പിംഗ് ആയാലും യാത്രയായാലും ഒക്കെ ഒരു കമ്പനി, അതാണ് ദൈവം നമുക്കൊരു കമ്പനി എടുക്കാൻ തന്നിട്ടുണ്ടല്ലോ. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും എല്ലാത്തിനും ഒരു മിക്സറാക്കി ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഉണ്ടല്ലോ, ഓരോന്നിനും ഓരോ ഗുണങ്ങളല്ലേ. റാഗി പൗഡറിനാണെങ്കിൽ ഫുൾ ഓഫ് അയണാണ്. അപ്പോൾ ബ്ലഡിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവരൊക്കെ റാഗി കഴിക്കണം. പിന്നെ അടുത്തത് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ഉഗ്രൻ സാധനം, റോസ്റ്റ് ചെയ്തതാണ് ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കൂടെ നന്നാവും. അത് നല്ല കട്ട് ഓട്സാണ്. അപ്പോൾ കട്ട് ഓട്സ് റോസ്റ്റ് ചെയ്തെടുത്തത്, അത് ഇതിൻ്റെ പകുതി മതിയത്. അപ്പം നിങ്ങൾ എത്ര പേർക്കാണോ ഉണ്ടാക്കുന്നത്, ഇത് 2 പേർക്കുള്ള കണക്കിനാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ബൗളിലും അതിന് പകുതി ഓട്സും. പിന്നീട് അതിന് ചേർക്കാനായിട്ട് ഈ പാത്രത്തിന് 2 കപ്പ് വെള്ളം വേണം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് ഇളക്കി ശരിയാക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കണം. എന്നിട്ട് വേണം അടുത്ത കപ്പ് വെള്ളം എടുക്കാൻ. പിന്നെ ഇതുണ്ടാക്കി കുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമാണെങ്കിൽ ഇത് കണ്ടോ, കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് ചേർക്കാനായിട്ട് ഉപ്പും ഇത് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാൻ ചേർക്കാറുണ്ട്. പിന്നെ ഇത് പല വിധത്തിലും ഉണ്ടാക്കാം. ഉപ്പ് മാത്രം ചേർത്ത് ഉണ്ടാക്കാവുന്നുണ്ട്. ഇത് ശർക്കര ചീകി വെച്ചിരിക്കുന്നതാണ്. ഇത്രയും ശർക്കര ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നമുള്ളവരൊന്നും ശർക്കര ഇടണ്ട, അല്ലാത്തവർക്ക് ശർക്കര ഇട്ട് ഉണ്ടാക്കാം. ശർക്കര ഷുഗറുകാർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് ടോപ്പ് ചെയ്യാനുള്ള ഫ്രൈഡ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇതിനെ ടോപ്പ് ചെയ്ത്, പിന്നെ ഇത് കഴിക്കാനായിട്ടുണ്ടല്ലോ നമുക്ക് ഏതും കൂട്ടി കഴിക്കാം. തോരന്, അവിയൽ, അതുപോലെ ഫിഷ് കട്ട്ലറ്റ്, മീറ്റ്, ചിക്കൻ ഫ്രൈ എല്ലാം ചേർത്ത് കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഈ വെള്ളം നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഒഴിച്ച് ഈ പൊടികൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പ്, മധുരം ഇട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആ മധുരം എടുത്തറിയാൻ മാത്രം ഒരു നുള്ളുപ്പിട്ടാൽ മതി. പിന്നീട് ഇതൊരു സ്പൈസാണല്ലോ. ഇപ്പം ഏലക്കായുടെയും ജീരകത്തിൻ്റെയും രുചി ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. എല്ലാം ഉണ്ടാക്കി കുറുക്കി കഴിഞ്ഞിട്ട് വേണം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് മിശ്രിതം സോസ് പാനിലോട്ട് കുറുക്കട്ടെ. നമ്മുടെ ഈ ബൗളിലുണ്ടായിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഇട്ട് ഇതിന് 1 മഗ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് അലിയിപ്പിച്ചു. അതിനുശേഷം കെറ്റിലിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി എടുത്ത് ചെറു ചൂടുള്ള 1 മഗ് വെള്ളം കൂടി ഒഴിച്ചു. അങ്ങനെ 2 മഗ് വെള്ളത്തിലാണ് ഇതിപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ശർക്കര, റാഗി, ഓട്സ്, അതുപോലെ ഒരു പിഞ്ച് ഉപ്പ്, ഇച്ചിരി ഏലക്കായും ജീരകവും പൊടിച്ചത്, അത്ര ഇട്ടു. ഇനി നമുക്ക് ഓണാക്കാം, കുക്ക് ചെയ്ത് തുടങ്ങാം. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കട്ടയാകാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഉടനെ കെറ്റിലിൽ ചൂടുവെള്ളം കുറച്ചുകൂടി ഒഴിക്കണം. നന്നായിട്ട് തിളച്ചിട്ട് വേണം. ഇത് തിളയ്ക്കാതിരുന്നാൽ വൈറ്റ്ലെസ്സും ഉണ്ടാവും. അതുകൊണ്ട് തിളച്ച് കുളകുളകുളകുളന്നിങ്ങനെ പൊങ്ങുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 8-10 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. നോക്കട്ടെ എത്ര മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടുമെന്ന്. അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒരുമാതിരി കുറുകി തുടങ്ങി. നന്നായിട്ട് കുറുകുമ്പോൾ കട്ടയായി പോവുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് തന്നെ ചൂടുവെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിക്കേണ്ടി വരും, കാരണം ഇപ്പോഴേ കുറുകി. ആണല്ലോ, ഇങ്ങനെ കുളക്കുളക്കുളക്കൊന്ന് തെറിച്ച് വരുന്ന പോലെ വേണം. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ലൂസായിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ സ്വല്പം കൂടെ തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. ഞാനൊരു 1/2 കപ്പ് കൂടെ ഒഴിച്ചായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ വേകുന്നതാണ് നല്ലത്. കാരണം ഇത് എന്തെങ്കിലും രീതിയിൽ വേകാതെ കഴിച്ചാൽ വയറിൽ അസുഖം, ലൂസ് മോഷനൊക്കെ ഉണ്ടാകും. നന്നായിട്ട് വെന്തിട്ട് വേണം കഴിക്കാനായിട്ട്.
ഏകദേശം ആയിക്കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയായി. അയൺ ഫൈബർ എൻറിച്ച്ഡ് കുറുക്ക് റെഡിയായി. കണ്ടോ, അതിനകത്ത് ആവശ്യത്തിന് മാത്രമുള്ള എല്ലാം ചേർന്നിട്ടുണ്ട്. ഓട്സിൻ്റെ തരിതരിപ്പുള്ളത് കൊണ്ട് തിന്നാനും ഒരു രുചിയും കൂടുതലുണ്ട്. ചെറിയ മധുരമുണ്ട്. ഇനി ഇത് പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ടോപ്പ് ചെയ്ത് സൈഡ് ഡിഷസ് ഇഷ്ടമുള്ളത്, എരിവോ അച്ചാറോ കട്ട്ലറ്റോ ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ തോരനോ അവിയലോ ഒക്കെ ചേർത്ത് അടിക്കാം. ഫൈബർ എൻറിച്ച്ഡ് അയൺ കുറുക്ക് ഡിന്നർ റെഡിയായി കഴിഞ്ഞു. ഇതിന് ടോപ്പിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി സാപ്പിടാം. ഇതിന് ചേർത്ത് കഴിക്കാൻ ചിക്കൻ ഫ്രൈ ഉണ്ട്, സമൂസയുണ്ട്, പിന്നെ വെജിറ്റബിളുണ്ട്, കട്ട്ലറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെല്ലാം അച്ചാർ കൂട്ടിയാണെങ്കിലും കഴിക്കാം.